ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. നോട്ട് നിരോധനത്തിന് ശേഷം 1.5 മാസമാകുന്നു. ആളുകളുടെ ദുരിതത്തിന് അറുതിയില്ല എന്നു മാത്രമല്ല, അത് വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ ഉത്തരവുകളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിക്കുന്നത്. ഈ നിലയ്ക്ക് നവംബർ 8-ന് ശേഷം 100ഓളം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പത്രങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഒന്നിലധികം നിർദ്ദേശങ്ങൾ മാറി മാറി നേതാക്കൾക്ക് പറയേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകുന്നു നോട്ട് നിരോധനത്തിന് ശേഷം. അതുതന്നെ കാണിക്കുന്നത് വേണ്ടും വണ്ണം ഗൃഹപാഠം ചെയ്തല്ല ഈ കാര്യങ്ങൾ പൊടുന്നനെ പ്രഖ്യാപിച്ചത് എന്നാണല്ലോ. ഏതായാലും ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഈ നിർദ്ദേശങ്ങളുടെ ഒരവസാന നിർദ്ദേശം കാണുക. കൗതുകകരമാണ് ഇന്ന് നോട്ട് നിരോധനവുമായി ബന്ധിപ്പിച്ച് പത്രങ്ങൾ തരുന്ന വാർത്തകൾ. ഇന്ന് ഒരു പുതിയ നിർദ്ദേശം വന്നതിൻ്റെ വാർത്തയാണ് പത്രലോകം തരുന്നത്. എല്ലാ നോട്ടുകളും ബാങ്കിൽ എത്തിക്കൂ എന്നാണ് ഇതുവരെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, എത്തിയ നോട്ടുകളുടെ കണക്കും സർക്കാർ പറയുകയുണ്ടായി. ആ കണക്ക് വെച്ച് വേണം പിന്നീട് മിച്ചം ശരിയല്ലാത്ത നോട്ടുകൾ അല്ലെങ്കിൽ പൂഴ്ത്തിവെച്ച നോട്ടുകൾ ഉണ്ടായിരുന്നുവോ എന്ന് തിരിച്ചറിയാൻ. അങ്ങനെ വരുമ്പോൾ നോട്ട് നിക്ഷേപവുമായി ബന്ധിപ്പിച്ച് പരമാവധി എല്ലാ നോട്ടുകളും ബാങ്കിൽ എത്തിക്കുക എന്നായിരുന്നു സർക്കാരിൻ്റെ നടപടിയെങ്കിൽ ഇന്നലെ എത്തിയിരിക്കുന്ന നിർദ്ദേശം, ഇന്ന് വാർത്തയായി പത്രലോകം തരുന്ന നിർദ്ദേശം കൗതുകകരമാകുന്നത് പഴയ പോലെ ബാങ്കിൽ പഴയ നോട്ട് നിക്ഷേപിക്കേണ്ട എന്ന് പറയുന്നിടത്താണ്. 30-ആം തീയതി ഡിസംബർ 30-ആം തീയതി വരെ പഴയ നോട്ടുകൾ യഥേഷ്ടം ബാങ്കിൽ നിക്ഷേപിക്കാം. അത് രണ്ട് കൈയും നീട്ടി സർക്കാർ ബാങ്കുകൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിരുന്ന സർക്കാർ പൊടുന്നനെ റിസർവ് ബാങ്ക് ആകട്ടെ ഇന്നലെ നിലപാട് മാറ്റി. നിക്ഷേപിക്കാൻ ആദ്യം പിൻവലിക്കാനായിരുന്നു പല നിലവാരത്തിലുള്ള കണക്കുകളും നിരോധങ്ങളും തടസ്സങ്ങളും. ഇപ്പോഴിതാ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നതിനും 30-ആം തീയതി വരെ നിക്ഷേപിക്കുന്നതിനും പുതിയ തടസ്സങ്ങൾ വന്നിരിക്കുന്നു. പഴയ നോട്ട് നിക്ഷേപിക്കാൻ കൂടുതൽ നിയന്ത്രണം. അതുമാത്രമല്ല, ഇനി നിക്ഷേപിക്കാൻ നോട്ട് കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ട് ഇത്ര ദിവസം നിങ്ങൾ നിക്ഷേപിച്ചില്ല എന്ന് വിശദീകരണം ബാങ്ക് ജീവനക്കാർക്ക് കൊടുക്കണം. ബാങ്ക് ജീവനക്കാർ കൊടുക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ഇതുവരെ നിക്ഷേപിച്ചില്ല എന്നതിന് തൃപ്തികരമായ വിശദീകരണം ലഭിച്ചാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ പണം ഇനി നിക്ഷേപിക്കാൻ സർക്കാർ പറഞ്ഞതുപോലെ നിക്ഷേപിക്കാനുള്ള അവസരം ലഭിക്കൂ, അനുമതി ലഭിക്കൂ. അതായത് ഇന്നലെ വരെ പണം പിൻവലിക്കാനായിരുന്നു തടസ്സമെങ്കിൽ ഇന്നിതാ പണം നിക്ഷേപിക്കുന്നതിനും തടസ്സം വന്നിരിക്കുന്നു. ഓരോ ദിവസവും ഓരോരോ ഉത്തരവുകളാണ്. ഒന്നിന് വിപരീതമായാണ് മറ്റൊരു ഉത്തരവ് വരുന്നത്. ഏതായാലും ഇതിൻ്റെയൊക്കെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരുപക്ഷെ വാനര മനോഘടന ആരുടേതാണ് എന്ന് ഇപ്പോൾ വ്യക്തമല്ലെങ്കിലും ഇതൊക്കെ പരിശോധിക്കപ്പെടുന്നൊരു കാലം വരുമ്പോൾ ആരായിരുന്നു ഈ നിലവാരത്തിൽ 100ഓളം ഉത്തരവുകളൊക്കെ വിരുദ്ധന്മാർ എന്ന് പിൽക്കാലത്ത് കണ്ടെത്തപ്പെടുക തന്നെ ചെയ്യും. കാണുക, ദേശാഭിമാനിയുടെ 1-ാം പുറം എല്ലാ നിലപാടുകളെയും കളിയാക്കുന്ന പുതിയ നിലപാട് പ്രഖ്യാപിക്കുന്നു. പഴയ നോട്ട് നിക്ഷേപിക്കാൻ കൂടുതൽ നിയന്ത്രണം, അതുമാത്രമല്ല ചോദ്യം ചെയ്യലും. ിൽ നിന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരമാണ്: അസാധുവാക്കിയ 500-1000 നോട്ടുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാൻ റിസർവ് ബാങ്കിൻ്റെ കൂടുതൽ നിയന്ത്രണം. 5000 രൂപയിൽ കൂടുതലുള്ള പഴയ നോട്ടുകൾ ഒറ്റത്തവണയെ അക്കൗണ്ടിൽ ഇടാനാകൂ. ഇങ്ങനെ നിക്ഷേപിക്കുന്നവരെ ചുരുങ്ങിയത് 2 ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വിശദമായി ചോദ്യം ചെയ്യണം. എന്തുകൊണ്ട് പഴയ നോട്ട് നേരത്തെ നിക്ഷേപിച്ചില്ല എന്ന ചോദ്യമാണ് മുഖ്യമായും ഉന്നയിക്കേണ്ടത്. ഈ കാര്യത്തിൽ തൃപ്തികരമായ വിശദീകരണം ലഭിച്ചില്ലെങ്കിൽ നിക്ഷേപിക്കാൻ അനുവദിക്കില്ല. ഇനി ഇതിൻ്റെയൊക്കെ പുറകിലുള്ള കള്ളക്കളി എന്ത് കാണുക. അതും ദേശാഭിമാനി അവരുടെ ഒരു അനുമാനം എന്ന നിലയ്ക്ക് പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ കള്ളപ്പണം വെളുപ്പിക്കൽ പദ്ധതിയായ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയിൽ പഴയ നോട്ടുകൾ നിക്ഷേപിക്കാൻ നിയന്ത്രണം ബാധകമായിരിക്കില്ല എന്ന് RBI അറിയിച്ചു. നോട്ട് നിക്ഷേപിക്കാൻ
പ്രധാനമന്ത്രി ഡിസംബർ 30 വരെ സമയം പ്രഖ്യാപിച്ചിരുന്നു. നോട്ട് നിക്ഷേപിക്കാൻ ആരും ധൃതിപ്പെടേണ്ടെന്നും മോഡി പറഞ്ഞിരുന്നു. പഴയ നോട്ടുകൾ വൻതോതിൽ പ്രവഹിച്ചതോടെ സർക്കാർ നിലപാട് മാറ്റി ഘട്ടം ഘട്ടമായി നിയന്ത്രണം കൊണ്ടുവരികയായിരുന്നു. നിലവിൽ 14 ലക്ഷം കോടിയിലേറെ രൂപയുടെ പഴയ നോട്ട് ബാങ്കുകളിലെത്തി. 15.44 ലക്ഷം കോടി നോട്ടുകളാണ് പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. പഴയ നോട്ടുകൾ നിക്ഷേപിക്കാൻ ഇനിയും 11 ദിവസം ശേഷിക്കെ അസാധു നോട്ടുകൾ പൂർണ്ണമായും ബാങ്കുകളിലെത്തുമെന്ന് ഉറപ്പായി. ഈ സാഹചര്യത്തിലാണ് പഴയ നോട്ടുകളുടെ തിരിച്ചുവരവ് ഏതു വിധേനയും തടയാൻ സർക്കാർ തീരുമാനിക്കുന്നത് എന്ന കൗതുകകരമായ ഒരു രഹസ്യം വിശദീകരിക്കുന്നു ദേശാഭിമാനി. ബാങ്കുകളിൽ പണം മുഴുവൻ എത്തിച്ചേർന്നുവെന്ന് കരുതുക. 15.44 ലക്ഷം കോടി നോട്ടുകളാണ് പ്രചാരത്തിലുണ്ടായിരുന്നത് എന്നാണ് ആദ്യത്തെ കണക്ക് വന്നത്. ആ കണക്കിലാണ് ഇപ്പോഴും മാധ്യമങ്ങളടക്കം നാം എല്ലാം നിൽക്കുന്നത്. ഇതിൽ പൂർണ്ണമായും തിരിച്ചു വരുമെന്ന് മോദി തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ തിരിച്ചു വരാവുന്നത് 10-12 ലക്ഷം കോടി മാത്രമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച ഇടത്ത് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് തന്നെ 12.5 ലക്ഷം കോടി രൂപ തിരിച്ചെത്തി കഴിഞ്ഞിരിക്കുന്നു 10-ാം തീയതി വരെ. എന്ന് പറഞ്ഞാൽ ബാക്കി നിൽക്കുന്ന 20 ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും 15.44 ലക്ഷം കോടി രൂപ തിരിച്ചെത്തുക തന്നെ ചെയ്യും. അങ്ങനെ തിരിച്ചെത്തിയാൽ അതാണ് മോദിയെയും കൂട്ടരെയും ഭയപ്പെടുത്തുന്നത്. അങ്ങനെ മുഴുവൻ തിരിച്ചെത്തിയാൽ പിന്നെ കള്ളപ്പണമില്ല എന്ന് വ്യക്തമാക്കപ്പെടും. കള്ളപ്പണമില്ലായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു ഈ വങ്കൻ പദ്ധതി എന്ന് ജനങ്ങൾ ചോദിക്കും. ആളുകളെ ബുദ്ധിമുട്ടിച്ച, പണമെടുക്കാൻ കഴിയാതാക്കിയ, അവരെ വരിവരിയായി ATM-ൻ്റെയും ബാങ്കിൻ്റെയും മുന്നിൽ ക്യൂ നിർത്തിച്ച ഈ പദ്ധതി എന്തിനായിരുന്നു? അത് തുഗ്ലക്കിൻ്റെ തന്നെ പദ്ധതിയായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ആരാണ് തുഗ്ലക്ക് എന്ന് ആ മുഖഭാവത്തിലൂടെ തിരിച്ചറിയപ്പെടുന്ന ഒരു ദിവസം സംജാതമാകുമെന്ന് ഇപ്പോൾ നോട്ട് നിരോധനം നടത്തിയവർ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതാണ് കൗതുകകരം. അതുകൊണ്ട് ഇനി എന്താണ് വഴി? പുതിയ നോട്ട് നിക്ഷേപിക്കാതിരിക്കുക. നിക്ഷേപിച്ചാലാണല്ലോ അത് കണക്കിൽപ്പെടുത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിക്ഷേപം തടയുക എന്ന ഒരു ഗതികേടിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു എന്നാണ് ഈ അവസ്ഥ കാണിക്കുന്നത്. ഗൗരവതരമായ പരിചിന്തനകൾ, ആ അർത്ഥത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഒന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പറ്റുന്ന അപകടകരമായ ഒരു പതനമാണ് ഇപ്പോഴെത്തി നിൽക്കുന്നത്. അതേ സംബന്ധിച്ച വാർത്ത ദീപികയും തരുന്നു. അത് കുറെ കൂടി ഗൗരവതരമായ ഒരു സാമ്പത്തിക വിചാരത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നു. എണ്ണം പെട്ടെന്ന് കൂടി. എന്താണ് സത്യം? പിൻവലിച്ച തുക മൊത്തം 15 ലക്ഷം കോടി രൂപ എന്ന നിലയ്ക്കൊരു കണക്കായിരുന്നല്ലോ. 15.44 ലക്ഷം കോടി രൂപ എന്ന കണക്കായിരുന്നല്ലോ സർക്കാർ അവതരിപ്പിച്ചത്. എന്നാൽ അതിൽ നിന്നും മാറി പിൻവലിച്ചത് 20.51 ലക്ഷം കോടിയുടെ രൂപകൾ എന്നാക്കി. അതായത് പിൻവലിച്ച തുക 15.44 ലക്ഷം കോടി എന്നത് മാറ്റി 20.51 ലക്ഷം കോടിയായി ഉയർത്തി റിസർവ് ബാങ്കിൻ്റെ ആളുകൾ തന്നെ. അങ്ങനെ വരുമ്പോൾ വ്യത്യാസം കൂടും. അങ്ങനെ വ്യത്യാസം കൂടിയാൽ ആ വ്യത്യാസം കള്ളപ്പണമായിട്ട് വിലയിരുത്തുകയും ചെയ്യാം. തങ്ങൾക്ക് പറ്റിയ ഒരു ഹിമാലയൻ അമളിയുണ്ടല്ലോ, ആ അമളി പരിഹരിക്കാൻ നടത്തുന്ന ഒരു കോമാളി ശ്രമത്തിനപ്പുറമല്ല ഇതൊന്നും. വാർത്തയുടെ വിശദാംശങ്ങൾ ദീപിക തരുന്നത് കാണുക. സർക്കാർ പറയുന്ന കള്ളത്തരത്തിൻ്റെ തെളിവായി അത് മാറുന്നു. അതിങ്ങനെ എണ്ണം പെട്ടെന്ന് കൂടി എന്ന ശീർഷകത്തിലാണ് വാർത്ത. 40 ദിവസത്തിനുള്ളിൽ പഴയ നോട്ടുകൾ തിരിച്ചടയ്ക്കുന്നതിൻ്റെയും ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുന്നതിൻ്റെയും കാര്യത്തിലെ നിബന്ധനകൾ 100ഓളം തവണ മാറ്റി. കൂടുതൽ പണം പിൻവലിക്കാൻ അനുവദിക്കുമെന്ന വാഗ്ദാനം ഇതുവരെ നടപ്പായതുമില്ല. ഇപ്പോൾ റിസർവ് ബാങ്ക് തന്നെ പഴയ കണക്കുകൾ തിരുത്തി. പിൻവലിച്ചത് 20.51 ലക്ഷം കോടി രൂപയുടെ കറൻസികളാണെന്ന് പുതിയ അറിയിപ്പ്. നവംബർ 8-ന് 1000 രൂപയുടെ കറൻസികൾ 9.13 ലക്ഷം കോടിയും 500 രൂപയുടെ കറൻസികൾ 11.38 ലക്ഷം കോടിയും ഉണ്ടായിരുന്നു എന്ന് നേരത്തെ സഹമന്ത്രി അർജുൻ മേഘവാൾ രാജ്യസഭയിൽ നൽകിയ കണക്കനുസരിച്ച് 6.86 ലക്ഷം കോടിയുടെ 1000 രൂപ നോട്ടും
8.58 ലക്ഷം കോടിയുടെ 500 രൂപ നോട്ടുമടക്കം 15.44 ലക്ഷം കോടിയുടെ നോട്ടുകളാണ് റദ്ദാക്കിയത് എന്നാണ് ആദ്യം പറഞ്ഞത്. അത് മാറി ഇപ്പോൾ 20.51 ലക്ഷം കോടി രൂപയുടെ നോട്ടുകൾ റദ്ദാക്കിയതായി പറയുന്നു. അതായത് റദ്ദാക്കിയ നോട്ടുകളുടെ തുക, ആകെത്തുകയുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നു. 15.44 എന്നത് അതങ്ങനെയല്ല, 20.51 എന്നാണ് റിസർവ് ബാങ്കിൻ്റെ തന്നെ 2 വ്യത്യസ്ത മേധാവികൾ പറയുന്നത്. ഇതിലപ്പുറം എന്തൊരു ഗതികേടാണ് സർക്കാരിന് വരാനുള്ളത്? ഇപ്പോൾ റിസർവ് ബാങ്ക് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകിയ ഉത്തരവനുസരിച്ച് കണക്കിലെ വ്യത്യാസം 5.07 ലക്ഷം കോടി രൂപ. ആദ്യ കണക്കിൽ നിന്ന് 33%. മൊത്തം റദ്ദാക്കിയ തുക എത്ര, അതിൻ്റെ നോട്ട് അതെത്ര എന്നതിനെ സംബന്ധിച്ച് ആദ്യം 15.44 ലക്ഷം കോടി എന്നത് ഇപ്പോൾ 20.51 ലക്ഷം കോടി എന്ന് തിരുത്തി പറയുമ്പോൾ റിസർവ് ബാങ്ക് തിരുത്തിയതിൻ്റെ വർധന 33%. 1/3 തെറ്റ് ഈ കാര്യത്തിലൊക്കെ സംഭവിക്കും എന്ന് സ്വാഭാവിക ഗതിയിൽ നമുക്ക് നിഗമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിവർത്തിയില്ലാതെ, നിർവാഹമില്ലാത്ത ഒരു പതനത്തിലെത്തിയപ്പോൾ ലഭിക്കേണ്ട തുക 20.5 എന്ന് ഉയർത്തി പറയുകയാണ്. ആ അർത്ഥത്തിലുള്ളൊരു കള്ളമാണ് റിസർവ് ബാങ്കിൽ നിന്ന് വന്നിരിക്കുന്നത് എന്ന് വൈകാതെ തെളിയുന്ന തെളിവുകൾ തന്നെ പുറത്തേക്ക് വരും. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 15.44 എന്ന ആദ്യ കണക്കനുസരിച്ചാണ് കാര്യങ്ങൾ അനുമാനിക്കുന്നത് എങ്കിൽ 13 ലക്ഷം കോടിയോളം നോട്ട് എത്തിയിരിക്കുന്ന സ്ഥിതിക്ക് അത് ബാക്കി ദിവസങ്ങളിൽ 15.44 കോടിയിലെത്തിക്കൂടായികയില്ല. അങ്ങനെ വന്നാൽ കള്ളപ്പണമില്ല എന്ന് തെളിയുന്നതിന് ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടും. അത് ഒഴിവാക്കുന്നതിന് 2 മാർഗങ്ങൾ ഭരിക്കുന്നവർ കാണിച്ചിരിക്കുന്നു. ഒന്ന്, അങ്ങോട്ട് നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ തുകയ്ക്ക് ലിമിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു 5000. അതുമാതിരി തന്നെ ലഭിക്കേണ്ട തുകയുടെ കാര്യത്തിൽ വർധനവുണ്ടായിരിക്കുന്നു. 14.44 എന്നതിന് പകരം 20.51 എന്ന പുതിയ കണക്ക് വന്നിരിക്കുന്നു. ഏതാണ് സത്യം, ഏതാണ് കള്ളം എന്ന് വഴിയെ നമുക്ക് മനസ്സിലാകും. ഏതായാലും ഇവരൊക്കെ കോമാളികളോ കള്ളം പറയാൻ മടിയില്ലാത്തവരോ ആണ് എന്ന് വ്യക്തമാക്കുന്നു ഈ അന്തരം. അതാണ് ഇന്ന് പത്രങ്ങൾ തരുന്ന ഏറ്റവും ഗൗരവതരമായ വാർത്ത, സർക്കാർ നുണ പറയുന്ന വാർത്ത. വർഗീയവാദികൾ കലയെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു കാലമാണ് കേരളത്തിൽ. ആ കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. സത്യസന്ധമാണ് ആ പ്രസ്താവത്തിൽ പറയുന്ന അടിസ്ഥാന നിദാനമായ കാരണങ്ങൾ. അതുമാത്രമല്ല, ഗൗരവതരമായി ഈ കാര്യത്തെ പരിശോധിക്കേണ്ടതുണ്ട് എന്ന ഒരു മുൻകരുതലും ഈ പ്രസ്താവനയിൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രസ്താവന ദേശാഭിമാനി പ്രാധാന്യത്തോടെ തന്നെ തരുന്നു. വർഗീയവാദികൾക്ക് കലയിൽ സങ്കുചിത രാഷ്ട്രീയം എന്ന് MA ബേബി. വർഗീയവാദികളുടെ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് കലയെ കരുവാക്കുന്നതിനെതിരെ കരുതിയിരിക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ഈ മാസത്തെ ഭാഷാഭൂഷണിയിൽ അച്ചടിച്ച ഒരു ചിത്രമാണിപ്പോൾ തർക്ക വിഷയമായത്. മതവികാരം വ്രണപ്പെട്ടു എന്ന് ചില കത്തോലിക്ക പുരോഹിതർ ആക്ഷേപമുയർത്തി. ഉടനെ തന്നെ ഭാഷാഭൂഷണിയുടെ കോപ്പികൾ പിൻവലിച്ച് ചിത്രം മാറ്റിയച്ചടിച്ച് വിതരണം ചെയ്തു. ഇതേ ലക്കത്തിലെ മുഖചിത്രമാണ് മറ്റൊരു വിവാദം. നാരായണ ഗുരുവിൻ്റെ ശില്പത്തിൻ്റെ ചിത്രം ചിലരുടെ ജാതി വികാരം വ്രണപ്പെടുത്തി എന്ന അവകാശവാദത്തെ തുടർന്ന് മലയാള മനോരമ മാപ്പ് പറയുകയും ചെയ്തു. വിവാദങ്ങൾ ഉയർന്ന ഉടൻ ചിത്രം പിൻവലിക്കാനും വർഗീയവാദികളോട് മാപ്പ് പറയാനും മലയാള മനോരമ അസാധാരണ വേഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടു. കേരളത്തിലെ വലിയൊരു ശക്തിയാണ് മനോരമ. അവരുടെ പത്രപ്രവർത്തന സ്വാതന്ത്ര്യത്തെ അവർ തന്നെ നിർലജ്ജം കൈയൊഴുകുകയാണിവിടെ. ഫേസ്ബുക്ക് പോസ്റ്റിൽ ബേബി അങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്. മലയാള മനോരമയുടെ കാര്യം ഇതാണെങ്കിൽ, കുറച്ച് നാൾ മുമ്പ് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പത്രം ഇതിലും വലിയ ഗതികേട് ആദ്യം പറയുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. മനോരമ ആ പാത തന്നെ പിന്തുടരുന്നു. അതാണ് ബേബി സൂചിപ്പിക്കുന്ന വസ്തുത. ഇന്ന് പത്രങ്ങൾ നമുക്ക്
ഒന്നിലധികം 3-4 കോടതി വിധികളെ സംബന്ധിച്ച വാർത്തകൾ ഒന്നിനു പുറകെ ഒന്നായി തന്നിരിക്കുന്നു. വ്യത്യസ്ത കോടതി വിധികൾ ഇത്രയധികം ഒന്നിച്ച് വരുന്ന ദിവസങ്ങൾ വിരളമാണ്. ആ വാർത്തകൾ ഒന്നിനു പിറകെ ഒന്നായി പത്രലോകം നമുക്ക് തരുന്നു. ആ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് പത്രങ്ങൾ നമുക്ക് 3-4 കേസിലെ ശിക്ഷാവിധികളെ സംബന്ധിച്ച വാർത്തകൾ എത്തിക്കുന്നു. 3-4 ശിക്ഷാവിധികളാണ് ഇന്ന് പത്രങ്ങൾ നമുക്ക് തരുന്നത്. എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടെ തന്നിരിക്കുന്നു. മലയാള മനോരമ ഒന്നാം പേജിൽ അത് അടുക്കി പെറുക്കി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. മലയാള മനോരമയുടെ ലീഡ് വാർത്ത കാണുക. യാസിൻ ഭട്കർ ഉൾപ്പെടെ 5 പേർക്ക് വധശിക്ഷ. വിധി 2013 ഹൈദരാബാദ് ഇരട്ട സ്ഫോടന കേസിൽ ലളിത അയ്യർ അത് ഹൈദരാബാദിൽ നിന്ന് മനോരമയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ദിൽസുഖ് നഗർ ഇരട്ട സ്ഫോടന കേസിൽ യാസിൻ ഭട്കർ അടക്കം 5 ഇന്ത്യൻ മുജാഹിദീൻ ഭീകരർക്ക് വധശിക്ഷ. ദേശീയ കുറ്റാന്വേഷണ ഏജൻസിയുടെ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇന്ത്യൻ മുജാഹിദീൻ ഭീകരർക്ക് അവർ ശിക്ഷിക്കപ്പെടുന്നത് ഇതാദ്യമാണ് എന്നും ഈ വാർത്തയിൽ മലയാള മനോരമ പറയുന്നു. ഒന്നാം പേജിലെ 2ാം വാർത്തയായി മനോരമ തരുന്നത് മറ്റൊരു കോടതി വിധി തന്നെയാണ്. വിഷ്ണു വധക്കേസിൻ്റെ കോടതി വിധി ഇന്നലെ കോടതി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്നത് വാർത്തയായി വന്നിരിക്കുന്നു. വിഷ്ണു വധം RSSകാരായ 11 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. ഒന്നാമത്തെ വാർത്തയ്ക്ക് താഴെ 2ാമത്തെ വാർത്തയായി വിഷ്ണുവധത്തിലെ ഇരട്ട ജീവപര്യന്ത വാർത്ത നമുക്ക് തരുന്നു മലയാള മനോരമ. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. CPM പ്രവർത്തകൻ വഞ്ചിയൂർ സ്വദേശി വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ RSS പ്രവർത്തകരായ 11 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവും പിഴയും. കേസിലെ 15ാം പ്രതിക്ക് ജീവപര്യന്തം, 11ാം പ്രതിക്ക് 3 വർഷം കഠിനടവ് എന്നിങ്ങനെയും അഡീഷണൽ സെഷൻസ് ജഡ്ജി TK മിനിമോൾ ശിക്ഷ വിധിച്ചു എന്നാണ് ഈ ഒന്നാം പുറം വാർത്ത. 2 കോടതി വിധികൾ ഒന്നിനു പിറകെ ഒന്നായി തന്നിരിക്കുന്നു. മറ്റൊന്ന്, ഇന്ന് ജന്മഭൂമി സംഘപരിവാര പത്രം സന്തോഷത്തോടെ തരുന്ന ഒരു വാർത്ത. ശരിയത്ത് കൗൺസിലുകളെ ഹൈക്കോടതി നിരോധിച്ചു. മദ്രാസിൽ ശരിയത്ത് കോടതികൾ നിരോധിച്ചു എന്ന ശീർഷകത്തിൽ ജന്മഭൂമി ആ വാർത്ത തരുന്നു. കാണുക. മസ്ജിദുകളിലെ നിയമവിരുദ്ധമായ ശരിയത്ത് കോടതികൾ മദ്രാസ് ഹൈക്കോടതി നിരോധിച്ചു. മതസ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും മതപരമായ കാര്യങ്ങൾക്ക് മാത്രമുള്ളതാണ്. ചീഫ് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ, ജസ്റ്റിസ് M സുന്ദർ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. ശരിയത്ത് കോടതികൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയ കോടതി 4 ആഴ്ചയ്ക്കകം അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും ഉത്തരവിട്ടു എന്നും ഈ വാർത്ത പറയുന്നു. 4ാമതായി മറ്റൊരു കോടതി വിധി കൂടി വന്നിരിക്കുന്നു. ആ വിധി സിറാജ് എന്ന പത്രം 1ാം പേജിൽ തരുന്നു. റിപ്പർ ജയാനന്ദൻ്റെ വധശിക്ഷ റദ്ദാക്കിയെങ്കിലും അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് മോചനമൊന്നുമില്ല, മറിച്ച് ജീവപര്യന്തം ജയിലിൽ കിടക്കാൻ വിധിക്കുകയും ചെയ്തിരിക്കുന്നു ഹൈക്കോടതി. ആ വാർത്ത ഇങ്ങനെ. പുത്തൻവേലിക്കര കൊലപാതകത്തിൽ റിപ്പർ ജയാനന്ദൻ്റെ വധശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. പ്രതിക്ക് ജീവിതാവസാനം വരെ തടവ് ഹൈക്കോടതി വിധിച്ചു എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ മലയാളികളുടെ പരാജയം വലിയ വിഷമം മലയാളികൾക്കുണ്ടാക്കിയിരുന്നു. ആ വിഷമത്തിന് ഒരു ആശ്വാസമെന്ന നിലയ്ക്ക് പുതിയ ഒരു മലയാളി വാർത്ത സ്പോർട്സ് രംഗത്ത് നിന്ന് നമ്മെ ഇന്ന് തേടിയെത്തുന്നു. അത് ഒരു അന്തർദേശീയ റെക്കോർഡിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഒരു മലയാളി കളിക്കാരൻ കരുൺ നായർ എത്തിച്ചേർന്ന വാർത്തയാണ്. മാതൃഭൂമി അതുകൊണ്ട് തന്നെ ആ വാർത്ത 1ാം പേജിൽ സചിത്രമായ പ്രത്യേക പ്രാധാന്യത്തോടെ ഉള്ള വാർത്തയായി തരുന്നു. അതിങ്ങനെയാണ്. ചരിത്രം തീർത്ത് കരുൺ നായർ. മലയാളി താരം കരുൺ നായർക്ക് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി. ഇംഗ്ലണ്ടിനെതിരായ 5ാം ടെസ്റ്റിൽ ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ പുറത്താകാതെ 303 റൺസ് എടുത്ത ചെങ്ങന്നൂരുകാരൻ കരുൺ ആദ്യ ട്രിപ്പിൾ സെഞ്ചുറിയാക്കിയ ആദ്യത്തെ ഇന്ത്യക്കാരനായി. ഈ വിസ്മയ പ്രകടനത്തിലൂടെ ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോറും 759 കണ്ടെത്തി എന്നും മാതൃഭൂമിയുടെ 1ാം പേജ് വാർത്ത, അഭിമാനാർഹമായ ആ വാർത്ത നമ്മോട് പറയുന്നു.
EPF പലിശ നിരക്ക് കുറച്ച കാര്യമാണ് പത്രലോകം ഇന്ന് നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട വാർത്ത. പണം ധാരാളമായി ബാങ്കിൽ കുന്നുകൂടിയെങ്കിലും അധികാരികൾക്ക് അവരുടെ പഴയ സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തതയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. റിപ്പോ നിരക്ക് കുറച്ചിട്ടില്ല. ഇപ്പോഴിതാ EPF പലിശ നിരക്ക് കുറയ്ക്കുന്നു. അങ്ങനെ പണിയെടുക്കുന്ന വിഭാഗത്തിന് ആനുകൂല്യങ്ങളൊന്നും നൽകേണ്ട എന്ന കാര്യത്തിൽ ഭരിക്കുന്നവരിടയിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പ്രത്യേക താല്പര്യവും പ്രത്യേക ശ്രദ്ധയുമുണ്ട് എന്ന് പറയാതെ വയ്യ. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് പലിശ നിരക്ക് കുറച്ചു. മാധ്യമം 1-ാം പേജിൽ ആ വാർത്ത തരുന്നു. വാർത്ത ഇങ്ങനെയാണ്: 8.8% നിന്ന് 8.65% കുറച്ചു. AK ഹാരിസ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കാണുക, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് പലിശ നിരക്ക് 8.8% നിന്ന് 8.65% കുറച്ചു. തീരുമാനം രാജ്യത്തെ 4.5 കോടിയോളം വരുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും എന്നുകൂടി മാധ്യമം ഈ വാർത്തയിൽ നമ്മോട് പറയുന്നുണ്ട്. കേരള പോലീസിനെതിരെ കടുത്ത വിമർശനം ഉയരുന്ന ഒരു കാലമാണിത്. UAPA അവതരിപ്പിക്കുക, അത് അടിച്ചേൽപ്പിക്കുക കേരള പോലീസിൻ്റെ നയമല്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ വകുപ്പ് തന്നെ ചുമത്തി പോലീസുകാർ കേസെടുത്തുകൊണ്ടിരിക്കുന്ന കാലം, IPS IAS വിഭാഗങ്ങൾ തമ്മിലുള്ള വടംവലി ശക്തമായി തുടരുന്ന കാലം, ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് ഭരണരംഗത്ത് ഏതെങ്കിലും നിലവാരത്തിലുള്ള സ്തംഭനമുണ്ടായിട്ടുണ്ടോ? അതേ സംബന്ധിച്ച് മംഗളം എന്ന പത്രം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. മംഗളം അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. പോലീസ് കേരളത്തിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്നു എന്നാണ് മംഗളം നിരീക്ഷിക്കുന്നത്. ഏതായാലും സംഭവ ബഹുലമായ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിൽ പോലീസ് പ്രതിക്കൂട്ടിലെന്നാണ് മംഗളം പറയുന്നത്. അതായത് പോലീസ് വകുപ്പ് തന്നെ പ്രതിക്കൂട്ടിൽ എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. പാവങ്ങളെ പേടിപ്പിച്ചാകരുത് പോലീസിൻ്റെ മനോവിജയം നിലനിർത്തേണ്ടത് എന്ന് PS അച്യുതാനന്ദൻ്റെ പ്രസ്താവനയും ആ ലീഡ് വാർത്തയ്ക്കൊപ്പം മംഗളം തരുന്നു. ഇങ്ങനെയാണ് വിശദാംശങ്ങൾ. പോലീസിൻ്റെ മനോവീര്യം തകർക്കില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാടിന് മറുപടിയുമായി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ രംഗത്ത്. പാവപ്പെട്ട ജനങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടാകരുത് പോലീസിൻ്റെ മനോവീര്യം നിലനിർത്തേണ്ടത് എന്ന് VS പറയുമ്പോൾ, പോലീസ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ടത് സുരക്ഷിതത്വ ബോധമാണ് എന്ന് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പോലീസുകാരെ ഓർമ്മിപ്പിക്കുന്നു. ആ വാർത്തയും ഇന്ന് മംഗളം പ്രധാനപ്പെട്ട വാർത്തയ്ക്കൊപ്പം തരുന്നു. കാണുക, പോലീസ് എന്ന് കേൾക്കുമ്പോൾ സുരക്ഷിതത്വ ബോധമാണ് ആദ്യം ഉണ്ടാകേണ്ടതെന്നും അതിനുള്ള മാറ്റം പോലീസിൽ ഉണ്ടാക്കിയെടുക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പിങ്ക് പോലീസ് പെട്രോൾ പദ്ധതിയുടെ തൃശ്ശൂർ സിറ്റിയിലെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ്, ഭരണപരിഷ്കാര കമ്മീഷൻ മേധാവി പറയുന്നത് പോലീസിൻ്റെ അവസ്ഥ അങ്ങനെയല്ല എന്നാണ്. യുവാവിനെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത വാർത്തയും മംഗളം 1-ാം പേജിൽ തരുന്നു. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് സ്വതന്ത്ര മാധ്യമപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ നദി എന്ന നദീറയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദേശീയ ഗാനത്തെ അപമാനിച്ച് എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത നോവലിസ്റ്റ് കമൽ C. ചവറയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ചപ്പോഴാണ് നദീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നുകൂടി വാർത്ത പറയുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ പോലീസ് കൈകടത്തരുത് എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇന്നലെ വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളെന്ന് കൂടി ഓർക്കണം. മംഗളത്തിൻ്റെ ലീഡ് വാർത്ത ഇതൊക്കെയാണ് തരുന്നതെങ്കിൽ മംഗളത്തിൻ്റെ 1-ാമത്തെ വാർത്ത നോക്കുക. ജേക്കബ് തോമസ് വേഴ്സസ് IAS, അവർ തമ്മിലുള്ള പോര്, ആ പോര് മുറുകി അതിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുന്നു സർക്കാർ. മംഗളത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ്. S. നാരായണനാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് മംഗളത്തിൻ്റെ 1-ാം പേജിൽ. അഴിമതി ആരോപണങ്ങളിന്മേലുള്ള വിജിലൻസ് നടപടിയും അതേ ചൊല്ലിയുള്ള IAS ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധവും ഭരണസ്തംഭനത്തോളം എത്തുന്ന പുതിയ തലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. കോടികളുടെ അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ റിമാൻഡിൽ കഴിഞ്ഞ മലബാർ സിമൻസ് മുൻ മാനേജിംഗ് ഡയറക്ടർ K. പത്മകുമാറിനെതിരെ വിജിലൻസ് കള്ളക്കേസ് ചമക്കുകയായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആൻ്റണി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പോൾ ആൻ്റണിയുടെ കത്ത് വൻ വിവാദങ്ങൾക്ക് വഴിവെക്കും. ആ നിലയ്ക്ക് IAS IPS വിഭാഗങ്ങൾ തമ്മിലുള്ള സമരം മുന്നോട്ട് പോകുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്.
കോൺഗ്രസിൻ്റെ DCC പുനഃസംഘടന ഉമ്മൻചാണ്ടി അക്കാര്യത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. വാർത്ത മലയാളം മനോരമ തന്നെ ഉൾപേജിൽ പ്രാധാന്യത്തോടെ തരുന്നു. കാണുക. വഴക്കിനില്ല, സ്ഥാനാരോഹണ ചടങ്ങിനുമില്ല, പ്രതിഷേധവുമായി ഉമ്മൻചാണ്ടി. കോൺഗ്രസ് ഹൈക്കമാൻഡുമായി യുദ്ധത്തിനില്ല, എന്നാൽ തങ്ങളുടെ അഭിപ്രായം കൂടി മാനിക്കാതെ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനങ്ങൾ മുൻനിരയിൽ നിന്ന് നടത്തി കൊടുക്കാനുമില്ല. ഇതാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും എ ഗ്രൂപ്പും എടുക്കുന്ന നിലപാട്. ഇതിൻ്റെ സൂചനയാണ് കോട്ടയം DCC പ്രസിഡന്റ് ജോഷി ഫിലിപ്പിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്ന് പോലും ഉമ്മൻചാണ്ടി മാറി നിൽക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്ന് മലയാള മനോരമ കണ്ടെത്തുന്നു. മറ്റൊരു കാര്യം, രസകരമായ ഒരു കാര്യം, കെ മുരളീധരൻ്റെ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയും പ്രധാന വാർത്തയ്ക്കൊപ്പം തന്നെ തന്നിരിക്കുന്നു മലയാള മനോരമ. ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തി കോൺഗ്രസിന് മുന്നോട്ട് പോകാനാകില്ല എന്ന് കെ മുരളീധരൻ. ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തി കേരളത്തിലെ കോൺഗ്രസിന് മുന്നോട്ട് പോകാനാവില്ല എന്ന് കെ മുരളീധരൻ. ഉമ്മൻചാണ്ടി പാർട്ടിയോട് നിസ്സഹകരണം കാണിക്കുന്ന നേതാവല്ല എന്ന് മുരളി പറയുകയും ചെയ്തു. കെ മുരളീധരൻ തന്നെ ഇത് പറയണം. കാരണം ഏറ്റവും അധികം അണികളുമായി ബന്ധമുള്ള നേതാവാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാനാവില്ല എന്ന് മുരളീധരൻ പറയുമ്പോൾ ഉമ്മൻചാണ്ടിയേക്കാൾ എത്രയോ വലിയ നിലവാരത്തിൽ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരുമായി ബന്ധമുള്ള നേതാവായിരുന്നു കരുണാകരൻ. അദ്ദേഹത്തെ മാറ്റി നിർത്തി ഒരിക്കൽ കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന ഒരു സത്യം കെ മുരളീധരൻ മറന്നു പോകരുത്. അതുകൊണ്ട് കരുണാകരനായാലും ഇപ്പോൾ ഉമ്മൻചാണ്ടി ആയാലും അതൊക്കെ തന്നെ സംഭവിക്കും എന്ന യാഥാർത്ഥ്യവും മറന്നു പോകരുത്. ഇനി ഇന്നത്തെ ചിത്രം. ഇന്ന് തീയതി 20 5 ദിവസം കഴിഞ്ഞാൽ ക്രിസ്തുമസാണ് വരുന്നത്. ക്രിസ്തുമസ് വരുമ്പോൾ നമുക്കറിയാം ഒരു കമ്പോളം കൂടി തുറക്കപ്പെടും. ക്രിസ്തുമസ് ട്രീ, ക്രിസ്തുമസ് നക്ഷത്രം, ക്രിസ്തുമസ് കാർഡുകൾ എല്ലാം വിൽക്കുന്ന കാലം വരും. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലെ ഒരു വിൽപ്പന കേന്ദ്രമാണ്. ക്രിസ്തുമസ് പുതുവത്സര ഗ്രീറ്റിംഗ് കാർഡ് വിൽക്കുന്ന ഈ കേന്ദ്രത്തെ MP ഉണ്ണികൃഷ്ണൻ പകർത്തി മാതൃഭൂമി നഗരം പേജ് ചിത്രമാക്കിയും തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ.